ഹായ് ഫ്രണ്ട്സ്, R4iലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നിഫ്റ്റി 25,800 എന്നുള്ള സുപ്രധാന കടമ്പ മറികടന്ന് 25,819 ക്ലോസ് ചെയ്തത്. ഇപ്പോൾ ബ്രോഡ് മാർക്കറ്റിലും മിഡ് ക്യാപ്പിലും സ്മോൾ ക്യാപ്പിലും മികച്ച ഒരു ബൈങ് നമുക്കിന്ന് കാണാൻ കഴിയും. മൊത്തത്തിലുള്ള അഡ്വാൻസ് ഡിക്ലൈൻ സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ BSEയിൽ 51% സ്റ്റോക്കുകൾ അഡ്വാൻസ് ചെയ്തപ്പോൾ 49% സ്റ്റോക്കുകളാണ് ഡിക്ലൈൻ ചെയ്തത്. ഇപ്പോൾ മാർക്കറ്റ് കൂടുതൽ സ്ട്രെങ്ത് നേടുന്നതായിട്ടും അവിടെ ഒരു പ്രതിരോധിച്ച് നിൽക്കുന്നതായിട്ടും നമുക്ക് കാണാൻ കഴിയും. കാരണം ശക്തമായ വിൽപ്പന സമ്മർദ്ദം തീർച്ചയായിട്ടും മാർക്കറ്റിലുണ്ട്. പക്ഷെ അവിടെ ബയേഴ്സ് വാല്യൂ ബൈങ്ങിൻ്റെ അവസരങ്ങൾ നോക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ബുൾസും ബിയേഴ്സും തമ്മിലുള്ള ഒരു ശക്തമായ ഒരു പോരാട്ടമാണ് ഇപ്പോൾ യഥാർത്ഥത്തിൽ ഈ ഒരു ലെവലിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ഒരു മുന്നേറ്റത്തിൽ കാര്യമായ പങ്ക് വഹിച്ചിട്ടുള്ളത് FMCG, മെറ്റൽ, PSU ബാങ്ക് സ്റ്റോക്കുകളാണ്. ഇന്നലെ നല്ല കുതിപ്പ് നടത്തിയ IT ഓഹരികളിലും ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ഇന്ന് പ്രകടമാണ്. അപ്പോൾ ഇന്നലെ FIIസിൻ്റെ ഒരു ബൈങ് ഏകദേശം 1000 കോടിക്ക് അടുത്തുള്ള ഒരു ബൈങ് അവർ നടത്തിയിരുന്നു. അത് മാർക്കറ്റിൽ തീർച്ചയായിട്ടും ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യമായിട്ട് വന്നിട്ടുണ്ട്. എന്നാൽ കഴിഞ്ഞ സെഷനിലൊക്കെ നമ്മൾ കാണുന്നത് FIIs ഇങ്ങനെ മെല്ലെ മെല്ലെ വാങ്ങിയിട്ട് ഏതെങ്കിലും ഒരു നെഗറ്റീവ് വാർത്ത വരുമ്പോൾ വലിയ തോതിൽ സെല്ല് ചെയ്യുന്നതായിട്ട് കാണാം. അതുകൊണ്ട് തന്നെ ഓവറോൾ അവരുടെ ഒരു നെറ്റ് ബൈങ് മാസാവസാനം നോക്കുമ്പോൾ ആ ഒരു പൊസിഷനിൽ നിന്ന് മാറിയിട്ട് നെറ്റ് സെല്ലേഴ്സ് ആയിട്ടാണ് നമുക്ക് ഫൈനലായിട്ട് കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ FIIസിൻ്റെ ബൈങ് തീർച്ചയായിട്ടും വളരെ കോഷ്യസ് ആയിട്ട് നമ്മൾ വാച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ നിഫ്റ്റി ഇപ്പോൾ 25,800 മുകളിൽ നിൽക്കുന്നത് വലിയൊരു പോസിറ്റീവായിട്ടുള്ള സൂചനയാണ്. അപ്പോൾ വരും ദിവസങ്ങളിൽ 25,950, 26,050 എന്നീ ലെവലുകൾ അത് പ്രധാനപ്പെട്ട ഒരു സൈക്കോളജിക്കൽ ലെവൽ കൂടിയാണ്. അത് ബ്രേക്ക് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് മാർക്കറ്റ് വീണ്ടും ഒരു തിരിച്ചുവരവിൻ്റെ ഒരു മോഡിലേക്കാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയും. എന്നാൽ താഴോട്ടേക്കാണ് മാർക്കറ്റ് പോകുന്നതെങ്കിൽ 25,650 ഒരു ഇമ്മീഡിയറ്റ് സപ്പോർട്ടായിട്ട് നിൽക്കാൻ സാധ്യതയുള്ളത്. എന്നാൽ ഓപ്ഷൻ മാർക്കറ്റിൽ നമ്മൾ ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റുകൾ നോക്കുകയാണെങ്കിൽ 26,000 കോൾ സൈഡിലുള്ള ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് എങ്കിൽ 25,700 പുട്ട് സൈഡിലുള്ള ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ്. അപ്പോൾ മാർക്കറ്റിൻ്റെ ഓവറോൾ സെൻറ്റിമെൻറ്റ്സ് ഇപ്പോൾ ഒരു ന്യൂട്രൽ അവസ്ഥയിലാണ് നിൽക്കുന്നത് എന്ന് മനസ്സിലാക്കാം. ഇപ്പോൾ മാർക്കറ്റിൽ തുടർച്ചയായ സെക്ടർ റൊട്ടേഷൻ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ മെറ്റൽ സ്റ്റോക്കുകളിൽ നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിൽ ഡൗൺ ട്രെൻഡ് ആണെങ്കിൽ ഇന്നത് പോസിറ്റീവിൽ വന്നതായിട്ട് കാണാം. അതുപോലെ PSU ബാങ്ക് ഇൻഡെക്സിലും ഡിഫൻസിലും FMCGയിലും കാര്യമായ മൂവ് ഇനിയും വരും ദിവസങ്ങളിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. എന്നാൽ IT സെക്ടർ ഇപ്പോഴും സ്റ്റേബിൾ ആയിട്ടില്ല. അവിടെയുള്ള ഒരു വളറ്റിലിറ്റി തുടർന്നുകൊണ്ടേയിരിക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. ഇന്ന് 9% ഒരു ഹയർ ക്ലോസിംഗിൽ കാണുന്ന ഒരു സ്റ്റോക്കാണ് നെറ്റ്വെബ് ടെക്നോളജീസ്. നമുക്കറിയാം ഡൽഹിയിൽ നടക്കുന്ന ഇന്ത്യ AI ഇമ്പാക്റ്റ് സമ്മിറ്റിൽ ഈ നെറ്റ്വെബ് ടെക്നോളജീസും NVIDIAയും തമ്മിലുള്ള ചില നിർണായക പ്രഖ്യാപനങ്ങൾ നടത്തിയായിട്ട് കാണാം. നമുക്കറിയാം NVIDIA എന്ന് പറയുന്നത് വേൾഡിലെ ഏറ്റവും വലിയ ചിപ്പ് നിർമ്മാതാക്കളാണ്. അപ്പോൾ NVIDIAയുടെ ഏറ്റവും പുതിയ ഗ്രേസ് ബ്ലാക്ക്വെൽ പ്ലാറ്റ്ഫോം ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യയിൽ ഈ നെറ്റ്വെബ് മേക്കിംഗ് ഇന്ത്യ സ്കീമിൽ നിർമ്മിച്ചിട്ടുള്ള AI സൂപ്പർ കമ്പ്യൂട്ടിംഗ് സിസ്റ്റങ്ങൾ ഇന്ന് നെറ്റ്വെബ് ടെക്നോളജീസ് പുറത്തിറക്കിയതായിട്ട് കാണാം. ഇതിൽ ടൈറോൺ, കാമറാരോ, സ്പാർക്ക് എന്ന് പറയുന്ന ലോകത്തിലെ തന്നെ ഏറ്റവും ചെറിയ AI സൂപ്പർ കമ്പ്യൂട്ടറുകളിൽ ഒന്നാണിത്. ഇത് ഒരു ഡെസ്ക്ടോപ്പിൻ്റെ വലിപ്പമേ ഉള്ളൂ എങ്കിലും അപ്പോൾ 1 പെറ്റാഫ്ലോപ്പ് സ്പീഡിൽ പ്രവർത്തിക്കാൻ സാധിക്കുമെന്നാണ് ടെക്നിക്കലായിട്ടുള്ള വിവരങ്ങളിൽ നമുക്ക് കാണുന്നത്. അപ്പോൾ ഈ ടൈറോൺ, കാമറാരോ ബേസ്ഡ് ആയിട്ടുള്ള ഈ സിസ്റ്റങ്ങൾ വലിയ തോതിൽ AI മോഡലുകൾ പരിശീലിപ്പിക്കുന്നതിനും ഡാറ്റാ സെൻറ്ററുകൾക്ക് വേണ്ടിയും ഉപയോഗിക്കാൻ കഴിയുന്ന വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സിസ്റ്റമാണ്. അതുപോലെ ഇന്ത്യ അതിൻ്റെ സ്വന്തം AI ഇൻഫ്രാസ്ട്രക്ചർ വികസിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇത്തരത്തിലുള്ള പാർട്ട്ണർഷിപ്പുകൾ വിദേശ കമ്പനികളുമായിട്ട് നടത്തുന്നത്. അപ്പോൾ വിദേശ ക്ലൗഡ് സർവീസുകളെ പൂർണ്ണമായിട്ടും ആശ്രയിക്കാതെ ഇന്ത്യയിൽ തന്നെ കമ്പനികൾക്കും അതേപോലെ ഗവൺമെൻറ് ഏജൻസികൾക്കും ഹൈ സ്പീഡ് AI സേവനങ്ങൾ നൽകാനുള്ള ആ ഒരു ഹാർഡ്വെയർ സപ്പോർട്ടാണ് നെറ്റ്വെബ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. NVIDIAയുമായിട്ടുള്ള നെറ്റ്വെബ് ടെക്നോളജിയുടെ ആ ഒരു റിലേഷൻഷിപ്പ് വർഷങ്ങളോളം പഴക്കമുള്ളതാണ്. അപ്പോൾ NVIDIAയുടെ ഏറ്റവും പുതിയ ചിപ്പുകൾ ഉപയോഗിച്ച് സിസ്റ്റങ്ങൾ ഡിസൈൻ ചെയ്യാനും നിർമ്മിക്കുവാനുമുള്ള അനുവാദം ലഭിച്ചിട്ടുള്ള ചുരുക്കം ചില ഇന്ത്യൻ കമ്പനികളിൽ ഒന്നാണ് നെറ്റ്വെബ്. അപ്പോൾ റെയിൽവേ സെഗ്മെൻറ്റിലും എഡ്യൂക്കേഷൻ മേഖലയിലും ഡിഫൻസ് സെഗ്മെൻറ്റിലുമൊക്കെ AI സേവനങ്ങൾ നിറവേറ്റാൻ നെറ്റ്വെബ് ഇത്തരത്തിലുള്ള ഈ ഒരു സ്ട്രാറ്റജിക് അലയൻസ് ഉപയോഗിക്കും എന്നാണ് അതിൻ്റെ വിവരണങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ കാണുന്നത് നെറ്റ്വെബ് ടെക്നോളജീസ് 14% കുതിപ്പോടെ ഏകദേശം 3532 എന്ന ലെവലെത്തിയിരുന്നു. പക്ഷേ ഇതിൻ്റെ PE റേഷ്യോ ഇപ്പോൾ വളരെ ഹൈ ആണ്, 110 മുകളിലാണ്. അതായത് സ്റ്റോക്ക് വളരെയധികം എക്സ്പെൻസീവ് ആയിട്ടുള്ള ലെവലിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത്തരം വാർത്തകൾ വരുമ്പോൾ ഈ സ്റ്റോക്കിൽ ശക്തമായിട്ട് ഉയരുകയും പിന്നീട് അവിടെ ഒരു കറക്ഷൻ ഉണ്ടാവുകയും ചെയ്യാറുണ്ട്. അവിടെ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് നടക്കാറുണ്ട്. അപ്പോൾ അത്തരം പ്രോഫിറ്റ് ബുക്കിംഗ് നടക്കുന്ന അവസരങ്ങളിൽ താഴോട്ടേക്ക് വരുമ്പോൾ ബൈ ഓൺ ഡിപ്പ് എന്നുള്ള അടിസ്ഥാനത്തിൽ ഈ സ്റ്റോക്കുകൾ അക്യുമുലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ലോങ് ടേം സ്റ്റോക്കായിട്ട് നമുക്ക് ഇതിനെ കാണാവുന്നതാണ്. അപ്പോൾ പല അനലിസ്റ്റുകളും ഇതിൻ്റെ ടാർഗറ്റ് ഏകദേശം 4,000-4,400 വരെ പ്രവചിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ലോങ് ടേം സാധ്യത വളരെ കൂടുതലാണ്.
ഇതുപോലെ ഇന്ന് ITC അതുപോലെ ഗോഡ്ഫ്രെ ഫിലിപ്സ് തുടങ്ങിയ ടൊബാക്കോ സ്റ്റോക്കുകളിൽ ശ്രദ്ധേയമായ മുന്നേറ്റം നടന്നതായിട്ട് കാണാം. അപ്പോൾ ഗോഡ്ഫ്രെ ഫിലിപ്സ് അപ്പർ സർക്യൂട്ട് ടച്ച് ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ നിൽക്കുന്നത്. അതുപോലെ ITC 2% മൂവ് ഉണ്ടായിട്ടുണ്ടെങ്കിലും കഴിഞ്ഞ ഒരു 5 ഡേയ്സിൻ്റെ അതിൻ്റെ മൂവ് നോക്കുകയാണെങ്കിൽ ഏകദേശം 4.26% അപ്സൈഡ് പോയതായിട്ട് കാണാം. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു മുന്നേറ്റം സിഗരറ്റ് സ്റ്റോക്കുകളിൽ വരാനുള്ള കാരണം സിഗരറ്റിൻ്റെ വില വർദ്ധിപ്പിക്കുവാൻ അവരെടുത്തിട്ടുള്ള തീരുമാനങ്ങളാണ്. നമുക്കറിയാം ജനുവരിയിൽ സെൻട്രൽ ഗവൺമെൻറ് സിഗരറ്റുകളുടെ ആ ഒരു എക്സൈസ് ഡ്യൂട്ടി കുത്തനെ ഉയർത്തിയിരുന്നു. അപ്പോൾ ഇത് കമ്പനികളുടെ മാർജിനെ ബാധിക്കുമെന്ന് കരുതിയിട്ട് ഈ ഷെയറുകളിൽ വമ്പിച്ച തകർച്ച ഉണ്ടായിരുന്നു. എന്നാൽ ഗവൺമെൻറ് സൃഷ്ടിച്ച ഈ ഒരു അമിതമായിട്ടുള്ള ഈ ഒരു ടാക്സ് ബേർഡൻ അവർ കൺസ്യൂമേഴ്സിൻ്റെ മേലെ പാസ് ഓൺ ചെയ്യുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. ഇപ്പോൾ ITCയുടെ പ്രധാനപ്പെട്ട സിഗരറ്റുകളായിട്ടുള്ള ഗോൾഡ് ഫ്ലേക്ക്, ക്ലാസിക് തുടങ്ങിയ പ്രീമിയം ബ്രാൻഡുകൾ അവർ വലിയ തോതിൽ വില വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ ഗോഡ്ഫ്രെ ഫിലിപ്സും അവരുടെ പ്രധാനപ്പെട്ട ഒരു ബ്രാൻഡായിട്ടുള്ള മാൾബ്രോ സിഗരറ്റ് വലിയ വർധനമാണ് വരുത്തിയിട്ടുള്ളത്. അപ്പോൾ ഇത് ഈ സ്റ്റോക്കുകളിൽ നിക്ഷേപിക്കുന്ന ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്. കാരണം ഈ സിഗരറ്റിൻ്റെ വില വർദ്ധിക്കുന്നത് കാരണം അതിൻ്റെ ഈ കമ്പനികളുടെ വിൽപ്പനയിൽ വലിയ ഇടിവുണ്ടാകുമെന്നും വോളിയം സെയിൽസ് കുറയുമെന്നൊക്കെയുള്ള ആ ഒരു അസംഷൻ ഇപ്പോൾ ഇല്ലാതായിരിക്കുകയാണ്. ഇപ്പോൾ കമ്പനിയുടെ ആ ഒരു പ്രോഫിറ്റബിലിറ്റിക്ക് യാതൊരു കോട്ടവും വരുന്നില്ല എന്നാണ് ഈ വിലവർദ്ധനവിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതുകൂടാതെ പ്രമുഖ ഇൻ്റർനാഷണൽ ബ്രോക്കറേജുകളൊക്കെ ഇപ്പോൾ ഈ ITCക്കൊക്കെ ബൈ റേറ്റിംഗ് കൊടുത്തതായിട്ട് കാണാം. അപ്പം അതും ഇന്ന് ഈ സ്റ്റോക്കുകളിൽ ഒരു അപ്സൈഡ് മൂവിന് കാരണമായിട്ടുണ്ട്. ഇനി നമ്മൾ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഒരു ബിസിനസ് ഗ്രൂപ്പായിട്ട് അദാനി ഗ്രൂപ്പ്, നമുക്കറിയാം ഏതൊക്കെ പുതിയ മേഖലകൾ വരുന്നുണ്ടോ അവിടെയൊക്കെ കടന്നു കയറിയിട്ട് ബിസിനസ്സിൻ്റെ വലിയ സാമ്രാജ്യം തീർക്കുന്ന ഒരു പരിപാടി അവർക്കുണ്ട്. അപ്പോൾ ഇവിടെ അദാനി ഗ്രൂപ്പ് ഇപ്പോൾ ഉന്നം വെച്ചിട്ടുള്ള 2 പ്രധാനപ്പെട്ട സെക്ടറുകളാണ്. ഒന്ന് ന്യൂക്ലിയർ പവർ സെക്ടറും അതുപോലെ ഡാറ്റാ സെൻറ്റർ സെക്ടറും. അപ്പോൾ ഈയിടെ അദാനി പവർ, അദാനി അറ്റോമിക് എനർജി ലിമിറ്റഡ് എന്ന പേരിലുള്ള ഒരു പുതിയ സബ്സിഡിയറി രൂപീകരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ത്യയിലെ പ്രൈവറ്റ് മേഖലയിൽ ന്യൂക്ലിയർ റിയാക്ടറുകൾ സ്ഥാപിക്കുവാനുള്ള ഒരു ബില്ല് ഓൾറെഡി ഗവൺമെൻറ് ശാന്തി ആക്ട് എന്ന പേരിൽ പാർലമെൻറ്റിൽ പാസ്സാക്കിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ബില്ലിൻ്റെ അടിസ്ഥാനത്തിൽ ആദ്യമായിട്ട് ഈ മേഖലയിലേക്ക് കടക്കുന്ന ആദ്യത്തെ ഒരു സ്വകാര്യ കമ്പനിയായിട്ട് അദാനി പവർ മാറുകയാണ്. 30 ഗിഗാവാട്ടിൻ്റെ ഒരു ന്യൂക്ലിയർ പവർ ഉൽപ്പാദിപ്പിക്കുവാനുള്ള ഒരു ടാർഗറ്റാണ് കമ്പനി ലക്ഷ്യമിടുന്നത്. ഇതേപോലെ തന്നെയാണ് ഡാറ്റാ സെൻറ്റർ ബിസിനസ്സിലും അദാനി ഗ്രൂപ്പ് കടന്നു കയറുന്നത്. അപ്പോൾ അദാനി കോണക്സ് എന്ന് പറയുന്ന അദാനി എൻ്റർപ്രൈസസും എഡ്ജ് കോണക്സും ചേർന്നുള്ള ഒരു ജോയിൻറ്റ് വെഞ്ചറാണ് ഈ ഡാറ്റാ സെൻറ്ററുകൾ സ്ഥാപിക്കുന്നത്. അപ്പോൾ $100 ബില്യൺ ഇൻവെസ്റ്റ്മെൻ്റ് ആണെന്നാണ് പറയുന്നത്. ഏകദേശം 9 ലക്ഷം കോടിയുടെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റാണ്. അപ്പോൾ ഇത്തരത്തിൽ അദാനി ഈ ഒരു മേഖലയിലേക്ക് ഇറങ്ങുമ്പോൾ അവരുടെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള പല കമ്പനികളും അവർക്കുണ്ട്. പ്രത്യേകിച്ച് അദാനിയുടെ ഈ ഡാറ്റാ സെൻറ്റർ അവർ ഡെവലപ്പ് ചെയ്യുന്നത് പ്യുവറായിട്ട് ഗ്രീൻ എനർജി ബേസ്ഡാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയാകുമ്പോൾ അദാനി ഗ്രീൻ എനർജി, അതുപോലെ ഈ ട്രാൻസ്മിഷൻ മേഖലയിൽ പ്രവർത്തിക്കുന്ന അദാനി എനർജി സൊല്യൂഷൻസ് പോലെയുള്ള സ്റ്റോക്കുകൾക്കും ഇത് വളരെ പോസിറ്റീവാണ്. എന്നാൽ ഈ 2 പ്രൊജക്റ്റുകളും വലിയ ലോങ് ടേം ഇൻവെസ്റ്റ്മെൻ്റ് ഉള്ള അല്ലെങ്കിൽ വലിയ തോതിൽ ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ആയിട്ടുള്ള ഒരു പ്രൊജക്റ്റാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു ലാഭം വരണമെങ്കിൽ വർഷങ്ങളെടുക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ അദാനി സ്റ്റോക്കുകളിൽ അത്രക്കും ലോങ് ആയിട്ടുള്ള ഒരു വ്യൂ ഉള്ളവർ മാത്രമേ ഈ സ്റ്റോക്കിൽ ഇടപെടാൻ സാധിക്കുകയുള്ളൂ. കാരണം നമുക്കറിയാം അദാനി എപ്പോഴും വിവാദങ്ങളിൽ പെട്ടുപോകുന്ന കമ്പനിയാണ്. അതുകൊണ്ട് തന്നെ വലിയ തോതിലുള്ള വോളറ്റിലിറ്റി നമുക്ക് ഈ സ്റ്റോക്കിൽ കാണാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഹൈ റിസ്ക് ആയിട്ടുള്ള ഒരു കമ്പനി കൂടിയാണ് അദാനി. കൂടാതെ വലിയ തോതിൽ ഡെറ്റ് റൈസ് ചെയ്തുകൊണ്ട് ബിസിനസ് ചെയ്യുന്ന ഒരു കമ്പനി കൂടി ആയതുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾ വളരെയധികം കോഷ്യസ് ആയിട്ട് ഇരിക്കേണ്ടതുണ്ട്. എങ്കിലും നിങ്ങൾ അദാനി സ്റ്റോക്കുകളിൽ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു സമീപനം വെച്ച് പുലർത്തുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് ഒരു ഇനീഷ്യൽ അവസരമായിട്ട് കാണാൻ പറ്റുന്ന ഒരു സംഭവമായിട്ടാണ് നമുക്കിത് കാണാൻ കഴിയുന്നത്. ഇനി നമ്മൾ ഇന്നലെ മാർക്കറ്റിൽ വലിയ തോതിൽ വാർത്തയിൽ ഇടം പിടിച്ചിട്ടുള്ള ഒരു ചെറിയ കമ്പനിയാണ് ഓല ഇലക്ട്രിക്. അതിൻ്റെ CEO ആയിട്ടുള്ള ഭവിഷ് അഗർവാൾ, അദ്ദേഹത്തിനെതിരെ ഒരു കൺസ്യൂമർ കോർട്ടിൽ ഒരു ബൈലബിൾ വാറണ്ട് പുറപ്പെടുവിച്ചിരുന്നു. അറസ്റ്റ് ചെയ്യാനുള്ള ഒരു വാറണ്ടായിരുന്നു അത്. എന്നാൽ ഇപ്പോൾ ഇന്ന് നമ്മൾ കാണുന്നത് ഈ വാറണ്ടിനെ ബോംബെ ഹൈക്കോടതി സ്റ്റേ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഗോവയിലുള്ള ഒരു കൺസ്യൂമർ അവർ ഈ ഒല ഇലക്ട്രിക്കിൻ്റെ ഈ റിപ്പയറുമായി ബന്ധപ്പെട്ടുള്ള ഒരു തർക്കം അത് ഈ കൺസ്യൂമർ കോർട്ടിൽ ഉന്നയിച്ചിരുന്നു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഭവിഷ് അഗർവാളിന് നോട്ടീസ് നൽകിയെങ്കിലും അദ്ദേഹം ഹാജരാകാത്തത് കൊണ്ടാണ് ഈ രീതിയിലുള്ള ഒരു അറസ്റ്റ് വാറണ്ട് കോടതി പുറപ്പെടുവിച്ചത്. എന്നാൽ ഈ ഒരു അറസ്റ്റ് വാറണ്ടിനെതിരെ ഓല ഇലക്ട്രിക് കമ്പനി ബോംബെ ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു. അപ്പോൾ ബോംബെ ഹൈക്കോടതി ഇത് സ്റ്റേ ചെയ്തുകൊണ്ട് പറഞ്ഞിട്ടുള്ളത് ഇത് കൺസ്യൂമർ കോർട്ടിൻ്റെ അധികാരപരിധിക്ക് പുറത്താണ് അവർ ഇത്തരത്തിലുള്ള വാറണ്ട് പുറപ്പെടുവിച്ചതെന്നാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു വാർത്ത വന്നതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ തോതിൽ താഴേക്ക് പോയ സ്റ്റോക്ക് ഇപ്പോൾ ഒരു റിക്കവറി ചെയ്യാൻ ശ്രമിക്കുന്നതായിട്ട് നമുക്ക് കാണാം. അപ്പോൾ എങ്കിൽ പോലും ഓല ഇലക്ട്രിക്കിൻ്റെ ബിസിനസ് വലിയ തോതിലുള്ള പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത്.
ഇപ്പോൾ വളരെ വീക്കായിട്ടുള്ള Q3 വന്നതിന് ശേഷം ഈ സ്റ്റോക്ക് അതിൻ്റെ 52 വീക്ക് ലോയിലേക്ക് പോയിരുന്നു. 27-28 ലെവലിലൊക്കെ സ്റ്റോക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഓൾ ടൈം ഹൈ ആയിട്ടുള്ള 71 എന്നുള്ള പ്രൈസിൽ നിന്നും ഏകദേശം 60% ഇതിപ്പോൾ താഴോട്ടേക്ക് വന്നിട്ടുണ്ട്. കൂടാതെ ഈ കമ്പനിയുടെ മാർക്കറ്റ് ഷെയറും വലിയ തോതിൽ ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ സ്കൂട്ടർ മേഖലയിലുള്ള ഇവരുടെ വലിയൊരു മാർക്കറ്റ് ഷെയറാണ് ഈ രീതിയിൽ ഓരോ ക്വാർട്ടറുകളിലും കുറഞ്ഞു വരുന്നത്. ഇപ്പോൾ 6% മാത്രമായിട്ട് അത് ചുരുങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഇത്തരത്തിലുള്ള ഒരു പ്രശ്നത്തിന് കാരണം വലിയ പ്ലെയേഴ്സ്, ഇപ്പോൾ TVS, ബജാജ് പോലെയുള്ള വലിയ കമ്പനികളുമായിട്ടാണ് ഇവർ മത്സരിക്കുന്നത്. അപ്പം അതുകൂടാതെ മാരുതി കൂടി ഈ ഒരു മേഖലയ്ക്ക് വരുന്നതോടുകൂടി ഇവരുടെ മാർക്കറ്റ് ഷെയറിന് വലിയ ഭീഷണികളാണ് ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. കൂടാതെ ഓല ഇലക്ട്രിക് വലിയ തോതിലുള്ള സർവീസ് പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. കാരണം ഇവരുടെ സർവീസ് സെന്ററുകളെ കുറിച്ചുള്ള ആക്ഷേപങ്ങളാണ് പൊതുവെ നമുക്ക് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഈ രീതിയിലുള്ള ഒരു നെഗറ്റീവ് സെന്റിമെന്റ്സ് ഈ സ്റ്റോക്കിലുള്ളത് കൊണ്ട് തന്നെ പല ബ്രോക്കറേജ് ഏജൻസികളും ഇതിനെ സെൽ റേറ്റിംഗ് ആണ് കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ MK ഗ്ലോബൽ, സിറ്റി പോലെയുള്ള ബ്രോക്കറേജ് സ്ഥാപനങ്ങൾ ഇതിനെ സെല് ചെയ്യാനാണ് പറയുന്നത്. ഇവിടെ ഏതെങ്കിലും വിധത്തിലുള്ള പോസിറ്റീവ് സാധ്യത ഈ സ്റ്റോക്കിലുള്ളത് ഇതിൻ്റെ ഭാരത് സെൽ എന്ന് പറയുന്ന ബാറ്ററി ഫാക്ടറി, അതിൻ്റെ ഉൽപ്പാദനം നോർമലൈസ് ചെയ്യപ്പെടുകയാണെങ്കിൽ ഒരുപക്ഷെ ഈ കമ്പനി ലാഭത്തിലേക്ക് വന്നേക്കാം. ഇതേപോലെ ഇവർ ഡെവലപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഇലക്ട്രിക് മോട്ടോർ സൈക്കിളിലും വിപണിയിൽ ഇറങ്ങുകയാണെങ്കിലും ഈ കമ്പനി ഒരുപക്ഷെ തിരിച്ചു വന്നേക്കാം. അതുകൂടാതെ ഇവരുടെ ആ സർവീസ് മേഖല മെച്ചപ്പെടുത്തിക്കൊണ്ട് ഹൈപ്പർ സർവീസ് എന്ന പേരിലുള്ള ഒരു സർവീസ് നെറ്റ്വർക്ക് ഇവർ മെച്ചപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട്. അതും വിജയിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ ഈ സ്റ്റോക്ക് തിരിച്ചു വന്നേക്കാം. എങ്കിൽ ഇപ്പോൾ ഇതൊരു ഹൈ റിസ്ക് ഹൈ റിവാർഡ് ലെവലുള്ള ഒരു സ്റ്റോക്കാണ്. ഇപ്പോൾ ലോങ് ടേം ഇൻവെസ്റ്റ് ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം ഈ സ്റ്റോക്ക് ലാഭത്തിലേക്ക് വരണമെങ്കിൽ 2-3 വർഷങ്ങൾ ഇനിയും എടുത്തേക്കാം. അപ്പോൾ പുതുതായിട്ട് വാങ്ങുന്നവരെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ റിസ്ക്കാണ്. ഒരു ട്രെൻഡ് റിവേഴ്സൽ ഉണ്ടാകുമ്പോൾ മാത്രം ഈ സ്റ്റോക്കിൽ എൻ്റർ ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇപ്പോൾ ഈ സ്റ്റോക്കുമായിട്ട് ഒരു അകലം പാലിക്കുന്നതായിരിക്കും നിലവിലുള്ള അവസ്ഥയിൽ നല്ലത്. ഇനി നമ്മൾ ഗ്ലോബൽ ക്യൂസ് നോക്കുകയാണെങ്കിൽ പൊതുവെ വലിയ ഇഷ്യൂസ് ഒന്നും ഇല്ലാതെയാണ് കടന്നുപോയിട്ടുള്ളത്. ഗോൾഡും സിൽവറിലും ഇന്ന് ഒരു സ്റ്റെബിലിറ്റി പ്രകടമാണ്. നേരിയ തോതിലുള്ള ഒരു ബൈങ് ഗോൾഡിലും സിൽവറിലും നമുക്ക് കാണാൻ കഴിയും. സിൽവർ ഏകദേശം 3% അവിടെ ബൈങ് നടന്നായിട്ട് കാണാം. അതുപോലെ ഡോളർ ഇൻഡെക്സും സ്ട്രോങ് ആയിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. പക്ഷേ ഇന്ത്യൻ രൂപി അതിൻ്റെ 90 എബോവ് എന്നുള്ള ലെവലിൽ തന്നെ നിൽക്കുകയാണ്. അതുപോലെ ക്രൂഡ് ഓയിൽ പ്രൈസ് നോക്കുകയാണെങ്കിൽ ബ്രന്റ് ക്രൂഡ് 67 എന്ന ലെവലിലും WTI ക്രൂഡ് 62 എന്ന ലെവലിലും സ്ഥിരതയോടെ നിൽക്കുകയാണ്. അപ്പോൾ മൊത്തത്തിൽ ഇതൊക്കെയാണ് ഇന്നത്തെ മാർക്കറ്റുമായി ബന്ധപ്പെട്ട് ഇവിടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുള്ളത്. ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റുകൾ അറിയിക്കുക. താങ്ക് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.